നബിതങ്ങളുടെ കാലത്തോ സ്വഹാബത്തിന്റെ കാലത്തോ താബികളുടെ കാലത്തോ തമിഴ് താബികളുടെ കാലത്തോ മദ്ഹബിന്റെ ഇമാമുമാരെ അറിയപ്പെടുന്ന അയിമ്മത്തുൽ അർബയുടെ കാലഘട്ടത്തിലോ പോലും നബിദിനാഘോഷം എന്നൊരു രീതി ഇല്ല എന്നുള്ളത് നമ്മൾ രണ്ടു കൂട്ടരും തർക്കമില്ലാതെ അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഹിജ്റ 300 ശേഷം ഷിയാക്കൾ ഫാത്തിമിയാക്കളാണ് ലോകത്താദ്യമായി ഇത്തരമൊരു ആഘോഷത്തിന് തുടക്കമിട്ടത് എന്ന വിഷയത്തിലും നമ്മൾ രണ്ടു കൂട്ടരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് വ്യത്യസ്തങ്ങളായ എഴുത്തുകളിലൂടെ എല്ലാവർക്കും ബോധ്യമുള്ള കാര്യം തന്നെയാണ്. വിശുദ്ധ ഖുർആനിലോ പ്രവാചക അധ്യാപനങ്ങളിലോ തെളിവുണ്ടാകുമ്പോഴാണല്ലോ ഒരു കാര്യം ദീനിൽ അടിസ്ഥാനമായി ഇബാദത്തായി മാറുന്നത്. എന്നാൽ അങ്ങനെ പ്രമാണങ്ങൾ പരിചയമില്ലാത്തതും ആദ്യ തലമുറകൾ ആഘോഷിച്ചിട്ടില്ലാത്തതുമായ ഒരു കാര്യം പിന്നീട് ഷിയാക്കൾ ആരംഭിച്ച, അതിനുശേഷം 150 കൊല്ലത്തോളം കഴിഞ്ഞിട്ട് സൂഫിയായ മുല്ല ഉമർ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി, അദ്ദേഹം പിന്നീട് ഏറ്റെടുത്ത, അതിനുശേഷം ഹിജ്റ 600-കളിൽ വഫാത്തായ മുദഫർ രാജാവ് എന്ന് പറയുന്ന ഒരു രാജാവ് തന്റെ ഭരണ പരിഷ്കാരത്തിന്റെ ഭാഗമായി മാത്രം നടപ്പിലാക്കിയ ഒരു കാര്യം, ഈ പ്രമാണങ്ങൾക്ക് പരിചയമില്ലാത്തതും ആദ്യ തലമുറകൾക്ക് പരിചയമില്ലാത്തതും അഹ്ലുസുന്നയുടെ പ്രഗത്ഭരായ നേതാക്കന്മാരാരും ആദ്യ നൂറ്റാണ്ടുകളിൽ കാണുകയോ കേൾക്കുകയോ ചിന്തിക്കുകയോ പോലും ചെയ്യാത്തതുമായ ഒരാഘോഷം എങ്ങനെയാണ് പിന്നെ ഇസ്ലാമിൽ ഉണ്ടാവുക എന്നത് ഏതൊരാൾക്കും ആലോചിച്ച കൃത്യമായി ബോധ്യമാകുന്ന